ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടക്കാണ്ട് വേറെ സംഭവത്തിലേക്ക് പോയ ഒരു വ്ളോഗായിട്ട് ഇന്നത്തെ. വീഡിയോൻ്റെ കമൻറ്റിലെല്ലാം പറഞ്ഞിരുന്നു നമ്മളിപ്പം റൂം ഷിഫ്റ്റായിട്ട് കുറച്ചായല്ലോ, അപ്പോൾ പുതിയ കിച്ചൺ ടൂർ ചെയ്യുമെന്നെല്ലാം. അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ കിച്ചൺ ടൂർ ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ്. ബാക്കി ഇതാ നിങ്ങൾക്ക് കാണാം. ഇപ്പം രണ്ട് സൈഡിലായിട്ട് കൗണ്ടർ ടോപ്പാണ് വരുന്നത്. ഒരു സൈഡിൽ അടുപ്പ്, ഒരു സൈഡിലിങ്ങനെ എന്താ പറയുക സിങ്കിൻ്റെ ആ ഒരു ഏരിയയും. വാഷിംഗ് മെഷീനും കിച്ചണിൽ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ കാണിച്ചിങ്ങനെ ഷൂട്ട് ചെയ്ത് വരുന്നതിനു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾ വീഡിയോ കണ്ടോക്കട്ടാ, ബാക്കി അത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ അത്യാവശ്യം കുക്കിങ്ങിന് എടുക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇങ്ങനെ ഓയിൽ, ഉപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ വുഡൻ സ്പൂണും കാര്യങ്ങളും എല്ലാം. ഇതൊക്കെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറലുണ്ട് കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്തെല്ലാം. പിന്നെ ഇതാ ഇത് ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് ഓയിൽ ഡിസ്പെൻസർ വാങ്ങിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓയിൽ ഇട്ട് വെച്ചിട്ടില്ലെങ്കിലും ഓയിൽ ഒഴിച്ചിട്ടില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് വാങ്ങിച്ച സംഭവമാണ്. ഓയിലിൻ്റെ ചെറിയൊരു ഇതുണ്ടേനു എൻ്റെ ബോട്ടിൽ, ഞാൻ അത് കഴുകാൻ വേണ്ടി മാറ്റി വെച്ചേനു. അപ്പോൾ അങ്ങനെ സ്ലിപ്പായി പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സൗണ്ട് കേട്ടിട്ട് ആഹിൽ ഓടി വന്ന് നോക്കുന്നുണ്ട്. ആഹിലും റേസ്ക്കെല്ലാം അവർ ഉറങ്ങാൻ കിടന്നിനേനു. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് നേരം കിടക്കും. അങ്ങനെ ഓന് വന്ന് നോക്കുന്നതിനു. പിന്നെ ബാക്കി ഓൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ്. തെറിച്ചിട്ടൊന്നും നിലത്തായിട്ടില്ല, അവിടെ തന്നെ വീണിട്ട് അങ്ങനെ കിട്ടി. ഒന്നുമില്ല, ഈ സാധനം അതിന്റെ സൗണ്ട് അടിച്ച് വന്ന് എണീച്ച് വന്ന അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, ഒരു ക്ലീൻ. പക്ഷെ കുറച്ച് ഓയിലിൻ്റെ ഒരു ഇതുണ്ടല്ലോ. ഇനിയിപ്പോൾ കിച്ചൺ ടൂർ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെയെല്ലാം ക്ലീനാക്കി. പിന്നെ കുറച്ച് നേരം പോയിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നല്ല പാത്രമോ എന്തോ പൊട്ടിപ്പോയല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി വന്നേട്ടാ. ഇന്ന് കുറച്ച് നേരത്തെ ഉണ്ടാക്കുന്നുണ്ട്. വൈകുന്നേരം കുട്ടികൾ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള എടുത്ത് തിന്നാ ചെയ്തതിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം തന്നെ ഡിന്നറാക്കാമെന്ന്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതാ കുറച്ച് മക്രോണി എടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പാസ്ത ഉള്ളെങ്കിൽ അത് വേവിക്കാൻ എടുത്താലും മതി. ലസാനി ഉണ്ടല്ലോ, അപ്പോൾ ഇന്ന് ലസാനിയൻ്റെ ഒറിജിനൽ വേർഷനല്ല, എന്നാലും ഏകദേശം അതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ ഡിന്നർ. നോമ്പലല്ലേ വരുന്നത്, അപ്പോൾ എന്തായാലും ഈ എണ്ണ പലഹാരങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഈ ബേക്ക്ഡ് ഐറ്റംസൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാവും കേട്ടോ. ഇവിടെ മക്കൾക്ക് 4 പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സംഭവം ഇത്. അങ്ങനെ അപൂർവമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് പിന്നെ ഞാൻ ചായ, കാപ്പി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഒന്നാമത് കുട്ടികളൊന്നും കുടിക്കൂല, എനിക്ക് റൈസ് കാക്കും. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ട് പകരം തരികാച്ചിയുണ്ട്, അത് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ വിചാരിക്കുന്നിട്ട് ഉണ്ടാക്കണമെന്ന്. പിന്നെ ഇന്നലെ എന്തെല്ലോ ആയിട്ട് അങ്ങ് സമയം പോയി. അപ്പോൾ ഇന്ന് അതിൻ്റെ പരിപാടി കേട്ടോ. തരികാച്ചിയെന്ന് നമ്മൾ പറയും, അധികവും നോമ്പിനാണ് നമ്മൾ ഉണ്ടാക്കൽ. തരിക്കഞ്ഞി എന്ന് പറയലുണ്ടെന്ന് തോന്നുന്നു ചിലയിടത്ത്. നമ്മൾ തരികാച്ചിയെന്ന് തന്നെയാണ് പറയൽ. റവയെല്ലാം ഇട്ടിട്ട്, റവ, പാല്, പഞ്ചസാര എല്ലാം ഇട്ടിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് പിന്നെ ഞാനിത് ഉണ്ടാക്കുമ്പോൾ റവ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും ഞാനങ്ങനെ കുറേ ഇട്ട് കൊടുക്കില്ല. എനിക്കിങ്ങനെ ഭയങ്കര തിക്കായിട്ട് ഇഷ്ടമില്ല. ഇത് ഒന്നങ്ങ് തണുത്ത് കഴിഞ്ഞാൽ ഒരു പുഡിങ് പോലെയല്ല ഇപ്പം കുറേ റവ ചേർത്ത് കഴിഞ്ഞാൽ. ഞാൻ കുറച്ച് റവ ഇട്ടിട്ട് അത്യാവശ്യം ലൂസിൽ നമുക്കിങ്ങനെ കുടിക്കാൻ പാകത്തിന് അങ്ങനെ ആക്കിയെടുക്കുക ചെയ്യൽ. പഞ്ചസാരക്ക് പകരം ഈത്തപ്പഴം ചേർത്തിട്ട് റെഡിയാക്കലുണ്ട്. ഈത്തപ്പഴവും ആൽമണ്ട്സും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർക്കലുണ്ട്. അത് നല്ല ടേസ്റ്റാട്ടോ. ഒരു ഹെൽത്തി വേ ചൂസ് ചെയ്യുന്നവർക്ക് അത് എന്താ പറയുക അങ്ങനെ ഉണ്ടാക്കാം. ഇന്നിപ്പോൾ എനിക്ക് ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ഇതാക്കാനൊന്നുള്ള സമയവും ഇല്ല,
പിന്നെ മെയിനായിട്ട് മടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പഞ്ചസാര തന്നെ ആഡ് ചെയ്യാമെന്ന്. കൗണ്ടർ ടോപ്പിലൊന്നും ആക്കാണ്ട് ഒഴിക്കാന്നെല്ലാം വിചാരിച്ചിട്ട് നടന്നിട്ടില്ല കേട്ടോ. കുറച്ച് അവിടെ ഇവിടെ എല്ലാം ആയിട്ട് ഇതായിട്ടുണ്ട്. അതൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അവിടുന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത്. കുറച്ച് മസാലയും കൂടെ റെഡിയാക്കി എടുക്കാം. മസാല എന്ന് പറഞ്ഞാൽ കുറേ പൊടികൾ ചേർത്തിട്ട് അങ്ങനെയല്ല, കുറച്ച് വെജിറ്റബിൾസും ചിക്കനെല്ലാം ഇട്ടിട്ടുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിനെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് പിന്നെ ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല ഫ്രൈ ആക്കി എടുക്കുക, ഇല്ലേ വേവിച്ച് ചിക്കൻ എടുക്കുക. ഞാൻ വേവിക്കുക ചെയ്തിരുന്നു. ചെറിയ ചെറിയ പീസസ് ആയിട്ട് അതിട്ട് കൊടുക്കാം. കുറച്ച് പൊടികളും എല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്ന കേട്ടോ. പൊടികൾ എന്ന് പറയുമ്പം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, ചില്ലി ഫ്ലേക്സ്, ടൊമാറ്റോ സോസ് വേണം. പിന്നെ നമ്മളെ തക്കാളി പേസ്റ്റ്, തക്കാളി നമ്മൾ തന്നെ അരച്ചിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇതിവിടുന്ന് റെഡിയാകുന്ന ടൈമിൽ ഇതിലേക്ക് വൈറ്റ് സോസും കൂടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ ഒരുവിധം അറിയായിരിക്കും എല്ലാവർക്കും. പാസ്തയെല്ലാം നമ്മൾ ഉണ്ടാക്കുമ്പം പെട്ടെന്ന് ആക്കുന്ന ഒരു സംഭവമല്ലേ, വേഗം റെഡിയാവും. കുറച്ച് ബട്ടറിൽ ലേശം മൈദ ഒന്ന് ഒന്നിങ്ങനെ സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് പാലൊഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അധികം തീയാക്കണ്ട, പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോവും. പിന്നെ അതിലേക്ക് കുരുമുളക്, ഉപ്പ്, പിന്നെ എന്തായിരുന്നു ചില്ലി ഫ്ലേക്സ്, ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതൊക്കെ ഞാൻ ഒരുമിച്ചാട്ടോ രണ്ടും. ഇപ്പോൾ അപ്പുറത്ത് വെജിറ്റബിൾ റെഡി ആകുന്നുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ കുരുമുളകും നമ്മളെ ചില്ലി ഫ്ലേക്സും സംഭവങ്ങളൊക്കെ ഇപ്പുറത്തും ഇട്ട് കൊടുത്തിന്. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം തീരെ എരിവില്ലാണ്ടല്ലേ ഉള്ളത്, പച്ചമുളക് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കാശ്മീരി അല്ല, സാധാ എരിവെള്ള മുളക് പൊടി തന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് സോസ് ഇതാ കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ക്രീം ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ട്രയാങ്കിൾ ചീസോ സ്ലൈസ്ഡ് ചീസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇപ്പം ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാട്ടോ ഈ ബട്ടർ ഇട്ട് കൊടുത്തിന്. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ഡയറക്റ്റ് ഇപ്പം ചൂടായ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുമ്പം പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പം ഞാൻ ആദ്യമെല്ലാം അങ്ങനെ ചെയ്തിട്ട് എൻ്റെ ബട്ടർ ഇങ്ങനെ കരിഞ്ഞു പോയിട്ട് ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോയിനു. പിന്നെ ആയരെ ഞാൻ ഇതുപോലെയാണ് ചെയ്യൽ. അപ്പോൾ അങ്ങനെ കരിഞ്ഞു പോകാന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. ഞാൻ നേരത്തെ വേവിച്ചുകൊണ്ട് അതിൻ്റെ പണിയില്ല. പിന്നെ ഈ വെജിറ്റബിളെല്ലാം കട്ട് ചെയ്തെടുക്കുന്ന സമയമേ ആകുന്നുള്ളൂ. വൈറ്റ് സോസ് വേണം, പിന്നെ പാസ്തയോ മക്രോണിയോ അങ്ങനെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതിന് പകരം ലസാനിയൻ്റെ ഷീറ്റ് തന്നെ കിട്ടും കേട്ടോ. അത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല. പിന്നെ അത് ചില ഷോപ്പിലൊന്നും കിട്ടുന്നില്ല, ഞാൻ അന്വേഷിച്ചിനു. അപ്പം ഞാൻ അതിന് പകരം പാസ്ത ഇതാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഫില്ലിംഗ് എല്ലാം ഏകദേശം റെഡി ആയി. ഇനി അതിലേക്ക് ലാസ്റ്റ് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് ബേക്ക് ചെയ്യാൻ വെക്കാം.
ഇതുപോലെ 2 ട്രേയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ കുട്ടികൾക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നല്ല ഇഷ്ടമുള്ള സംഭവം. ഇത് അങ്ങനെ ബാക്കിയാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലാവുകയും ചെയ്യും കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ലോണം ചീസും എല്ലാ സംഭവങ്ങളും ഇടുന്നുണ്ടല്ലോ. അപ്പോൾ വൈറ്റ് സോസ് കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിന്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് മക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫില്ലിങ് സത്യത്തിൽ മക്രോണിൻ്റെ മേലെയായിട്ട് ചീസ് ഇട്ട് കൊടുക്കണേനു, എന്നോട് മറന്നുപോയി. പിന്നെ ആ ഒരു ഫില്ലിങ് ഇട്ടതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ അതെല്ലാം എടുത്ത് മാറ്റലെല്ലാം ഡബിൾ പണിയല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ആക്കുക ചെയ്തതിന്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ലസാനിയൻ്റെ ഷീറ്റ് അല്ലെങ്കിൽ ഇതുപോലെ പാസ്ത അല്ലെങ്കിൽ മക്രോണി എല്ലാം യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ മേലേക്ക് ചീസും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതാകുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ആ ഒരു ചീസിൽ മക്രോണി ഇങ്ങനെ എന്താ പറയുക സ്റ്റിക്കായി നിന്നോളും. അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ താഴത്തുനിന്ന് വേറെ വേറെ ആയിപ്പോവും. ഇതിൻ്റെ മേലെ എന്താ പറയുക ആ ഒരു ഫില്ലിങ്ങും പിന്നെ അതിൻ്റെ മേലെയായിട്ട് വൈറ്റ് സോസ് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലൈസ്ഡ് ചീസ് ഉണ്ടല്ലോ, അതിങ്ങനെ റാൻഡമായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. പഫ് പേസ്ട്രി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഷീറ്റ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ഒന്നുമില്ലെങ്കിൽ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്, അല്ലെങ്കിൽ ഒന്ന് കുരുമുളക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ സ്വീറ്റ് ചില്ലി സോസ് ഇട്ടുമല്ലോ, അത് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു ഫ്ലേവറിന്. പിന്നെ മേലെ മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ബേക്ക് ചെയ്യാൻ വെക്കുക ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു വലിയ ട്രേ ആട്ടോ വെച്ചാൽ രണ്ടും കൂടെ ഒരുമിച്ച് ഓവൻ്റെ ഉള്ളിൽ പാകാകുന്നില്ല. അപ്പം 2 പ്രാവശ്യമായിട്ട് റെഡിയാക്കി എടുക്കുക ചെയ്താൽ ഒരു 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഏകദേശം റെഡിയായി. നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല ആ ഒരു ചീസെല്ലാം ഇങ്ങനെ ലെവലായി വരുന്ന അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ ഞാനിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. ചൂടോടുകൂടെ കഴിക്കാനാട്ടോ ടേസ്റ്റ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയ മുതൽ എൻ്റെ മക്കൾ വന്ന് നോക്കാൻ തുടങ്ങിയതിന്. റെഡിയായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങിയതിന്. അപ്പം എനിക്ക് ഷൂട്ട് ചെയ്യാനോ ഒന്നിനുള്ള ടൈമില്ല. ഞാൻ പറഞ്ഞ ഒരു തംബ്നെയിൽ ഫോട്ടോയോ കുറച്ചൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പം തരാമെന്നും പറഞ്ഞിട്ട് അവരെ വിട്ടുക. അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാവും. പിന്നെ മക്രോണി ഇങ്ങനെ സെപ്പറേറ്റ് ആകുന്ന നോക്കണ്ട കേട്ടോ. ആ ഒരു ചീസ് അല്ലെങ്കിൽ അതിൻ്റെ പകരം വൈറ്റ് സോസ് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവില്ലേനു. എന്നോട് മറന്നുപോയതാ, നിങ്ങൾ ആ സമയത്ത് വൈറ്റ് സോസോ ഇല്ലെങ്കിൽ ചീസോ ആഡ് ചെയ്താൽ മതി ആ ഒരു പാസ്തേൻ്റെ കൂടെ ഇല്ലെങ്കിൽ മക്രോണീൻ്റെ കൂടെ. അതൊന്നുമല്ല, നമുക്ക് ആ ഒരു ലസാനിയൻ്റെ ഷീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതന്നെ ഡയറക്റ്റ് വെച്ച് കൊടുക്കുക. അങ്ങനെ കുട്ടികൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ച്. പിന്നെ നാളെ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്, അപ്പോൾ കൊടുത്തുവിടാനുള്ള കറിയും പിന്നെ വെള്ളാപ്പത്തിന് അരച്ച് വെക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ വെള്ളാപ്പത്തിലേക്ക് കുറച്ച് ചോറ് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ചോറില്ലേനു. പിന്നെ ചോറില്ലെങ്കിൽ ഞാൻ അധികം അവിൽ സോക്ക് ചെയ്തിട്ട് അങ്ങനെ ചേർക്കലുണ്ട്. അപ്പോൾ അവിലും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ഒരു 1-2 സ്പൂണ് അരി എടുത്തിട്ട് ഇതാ ഞാനൊന്ന് അതും റെഡിയാക്കാൻ വെച്ചിനെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇന്ന് കുറേ അബദ്ധങ്ങൾ തന്നെയാണ് പറ്റീന്. ആ ഒരു ഓയിൽ ഡിസ്പെൻസർ പൊട്ടി. അതിൻ്റെ ഇടയിൽ ഞാൻ പാല് ചൂടാക്കാൻ വേണ്ടി വെച്ചിനു. തരിയാച്ചി ഉണ്ടാക്കുമ്പോൾ
അതിലേക്ക് എടുക്കാൻ. അപ്പോൾ അധികവും ഞാനിങ്ങനെ ഓവനിൽ തിളപ്പിക്കലുണ്ട്. അപ്പോൾ ടൈം കുറച്ചൊന്ന് കൂടിപ്പോയി. അപ്പോൾ ഫുള്ള് പാല് തിളച്ച് മറിഞ്ഞ് മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ആയിനു. അതുകൊണ്ട് തന്നെ ഓവൻ കംപ്ലീറ്റ് ക്ലീൻ ആക്കേണ്ടി വന്നിന്. പിന്നെ നേരത്തെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഒന്നെടുത്ത് അവിടെയെല്ലാം ഒന്ന് ക്ലീനാക്കി. ഇത് പിന്നെ ഞാൻ കിച്ചൺ ടവൽ ഡെയിലി യൂസ് ചെയ്യുന്ന കിച്ചൺ ടവൽ ഡെയിലി അലക്കി ഇതുപോലെ ഇടും കേട്ടോ. അലക്കി ഇടൂല, ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കും രാത്രി തിളച്ച വെള്ളത്തിൽ വാഷിംഗ് പൗഡറും പിന്നെ ഇടയ്ക്ക് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കും. ഈ ഭയങ്കര മെഴുക്കും അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഓയിലെല്ലാം ആ ഒരു അടുപ്പിൻ്റെ ഭാഗമെല്ലാം തുടക്കുന്നതാണെങ്കിൽ പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ കംഫർട്ട് പോലത്തെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ അങ്ങനെയെല്ലാം ആക്കിയിട്ട് സോക്ക് ചെയ്ത് വെക്കും. പിറ്റേ ദിവസം രാവിലെ അലക്കിയെടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. നമ്മൾ കിച്ചൺ ടൂർ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ നടന്നില്ല. ഇൻഷാ അല്ലാ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിലായിട്ട് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ.